നല്ലോണം എല്ലാരും ചെയ്തു. പക്ഷെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാ? ഇതെന്റെ അച്ഛൻ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതെന്റെ അമ്മ, ഇതെന്റെ അമ്മൂമ്മ, ഇതെന്റെ കസിൻ അങ്കിളാണ്, പോലീസ് അങ്കിൾ. ഇതെന്റെ അങ്കിൾ. ഓക്കെ. ഇത് ആന്റി. അത് അനിയൻ. ഇത് ഇവരെ മകൻ. ഓക്കെ, വെരി നൈസ്. അപ്പൊ എന്തായാലും എല്ലാരും സ്റ്റേജിൽ ഇങ്ങനെ പെർഫോമൻസിൽ കണ്ടതിൽ സന്തോഷമുണ്ട്. അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ തകർത്ത് അഭിനയിച്ചു. കരച്ചിൽ സീനൊക്കെ, സങ്കടമൊന്നും വേണ്ട, ആ മൂഡിലേക്ക് കയറിയും തോന്നുന്നു. നമുക്ക് എന്തായാലും ജഡ്ജസ് എടുത്ത് ചോദിക്കാം. കുടുംബസമേതം കണ്ടതിൽ സന്തോഷമുണ്ട്. വളരെ നന്നായിരുന്നു കേട്ടോ. വെരി ഗുഡ്, നല്ല ടീം. പിന്നെ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മൊത്തം ഞാൻ വായിക്കുന്നില്ല, പക്ഷെ അതിനകത്തുള്ള ടോട്ടൽ തോന്നിയ ഡീറ്റെയിലിംഗ് ഇല്ല. ഇപ്പം ആ അമ്മ എന്നുള്ള സ്ഥലം ഒന്ന് പാടിക്കേ. അടുത്ത സ്നേഹമോടെ അടുത്ത മിഴിത്തോർന്ന മോഹം പോലെ നീ വരുമെന്നോർത്തുകൊണ്ട് ദൂരെ ദൂരെ ഒരമ്മ ഞാൻ പറഞ്ഞില്ലേ, ആ ഡീറ്റെയിലിംഗ് പഠിച്ചിട്ടില്ല. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്, അത് ഇവര് പറയും. എന്തായാലും ആകെ ഇപ്പോഴും കരച്ചിൽ കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ? ഇങ്ങനെയാണോ വീട്ടിലും? തുടങ്ങിക്കഴിഞ്ഞ കാലത്ത് തുടങ്ങിയ രാത്രി വരെ? പക്ഷെ ശരിക്കും അമ്മാവൻ പോലീസിലാണോ അതോ ഇലക്ട്രീഷ്യനാക്കാൻ? പക്ഷെ നല്ല വേഷം കറക്റ്റായിട്ട് ചേരുന്നുണ്ട്. കാരണം യാതൊരു മാറ്റവും ഇല്ല. കാരണം ഒരു നല്ല പോലീസുകാരൻ വന്നു നിന്ന് ഒരു ഗൗരവമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ടാ. ചിത്ര ചേച്ചി, ശരിക്കും നിങ്ങളുടെ കുടുംബത്തില് അച്ഛനും അമ്മയൊക്കെ കരച്ചിലൊക്കെ ശരിക്കും മറ്റുള്ളവർക്കും കരച്ചിൽ വരുന്ന മാതിരി തന്നെ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല മോളെപ്പോഴും ആദ്യത്തെ പല്ലവിയില് നല്ലോണം കാറ്റ് ശബ്ദത്തിൽ വരുന്നുണ്ടായിരുന്നു, തുറന്നില്ല. ഫസ്റ്റ് ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ചരണം മോള് നല്ലോണം പാടി. സെക്കൻഡ് ചരണത്തിൽ കുറച്ച് ശ്രുതി അവിടെ. പിന്നെ ഈ പറഞ്ഞമാതിരി ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ചൊരു ക്ലാരിറ്റി വരണം നോട്ട്സ്. പിന്നെ വേറൊന്ന് ജനറലായിട്ട് പറഞ്ഞ ശ്വാസം എടുക്കുന്നത് മൈക്കിൽ വല്ലാണ്ട് കേൾക്കുന്നുണ്ട്, അതൊന്ന് കൺട്രോൾ ചെയ്യണം കേട്ടോ. ഇത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കാർത്തിക, പോലീസ് മാമ ഒളിച്ചു നിൽക്കാതെ കയറി. അമ്മയും തകർത്ത് കരഞ്ഞു. പിന്നെ ശരിക്കും കരഞ്ഞോ? ഏതെങ്കിലും ഒരു സിനിമയിൽ പറയട്ടെ, കരഞ്ഞു ഗ്ലിസറിനിടാതെ അഭിനയിക്കാൻ വേണ്ടിട്ട്. നന്നായിട്ട് ചെയ്തു. അതുപോലെ ഈ അഡ്വക്കേറ്റ് ആണ്, ആൾക്ക് ഒരു മീശയൊക്കെ വേണമായിരുന്നു. എന്ത് ചെയ്യുക ശരിക്കും? ഡിഗ്രി സെക്കൻഡ് ഇയർ ആണോ? ശരി. എനിവേ സാരി ഭയങ്കര കളർഫുൾ സാരി ആയിരുന്നു. എല്ലാരും നന്നായിട്ട് ചെയ്തു. പക്ഷെ ശരിക്കും കാഴ്ചയിൽ അതേ തീം തന്നെയാണോ? ആ സിനിമ അത് തന്നെയാണോ എടുത്തത്? സെയിം തീം അല്ല, അതിലും ഇങ്ങനെ എന്തൊക്കെയോ എവിടെയൊക്കെയോ മനസ്സിലാകാതെ പോയിട്ടുണ്ട്. നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് ആസ്വദിച്ചു. എനിവേ എല്ലാരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. താങ്ക് യു കാർത്തിക. ശരച്ച, നന്നായിരുന്നു നീതു. താങ്ക് യു സാർ. മൊത്തത്തില് നീതു എനിക്കൊരു അടപ്പ് ഫീൽ ചെയ്ത് കേട്ടോ. അതങ്ങോട്ട് തുറന്നിട്ടില്ല നീതുവിന്റെ ശബ്ദം. പിന്നെ ശ്രുതി അവിടെ കുറച്ച് ശ്രുതി മോളെ ശ്രദ്ധിക്കണം. പിന്നെ എംജനം പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. എൻഡിങ് എപ്പോഴും നമ്മൾ ഏത് നോട്ടിലാണ് നിർത്തുന്നത് അതിന്റെ വെറും ചുമ്മാ ചായച്ചിങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്താൽ പോരാ, അത് കുറച്ചിങ്ങനെ കാണിക്കണം, എങ്കിലും അതിന്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ കേട്ടോ നമ്മള്. പിന്നെ നീതുവിന്റെ ഫാമിലി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇവരെങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ ഇത് തുടക്കം മുതലൊക്കെ കരയായിരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കോഴി കൂവിയപ്പം മുതൽ കരയാണ്. ഇത്രയുള്ളൂ മോളെ. എന്തായാലും നിങ്ങളുടെ പെർഫോമൻസിന്റെ മാർക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാർത്തിക 7. ശരച്ച 30. 22. ശ്രീയേട്ട, ഒരമ്മ പെറ്റ മക്കളുടെ ഒരു സംഭവം ഇവിടെ തുടങ്ങുന്നു. 22. ചിത്ര ചേച്ചി
666 അപ്പൊ 22 ഞാൻ എല്ലാം ആഡ് ചെയ്തു. എല്ലാരും 22, കാർത്തിക 766 പ്ലസ് 7 73. 73 മാർക്സ് ആണ് നീതുവിന്റെ ഫാമിലി ടീം റൗണ്ടിലെ ജഡ്ജസ് നൽകിയത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോമൻസ് ചെയ്തു. ചില കാര്യങ്ങൾ ഇവിടെ അവിടെ മറന്നുപോയി, അത് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഗുഡ് ജോബ്. അടുത്ത പ്രാവശ്യം കാണാം. മാർക്ക് കുറവാണ്, ഇനി അടുത്ത റൗണ്ടിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് നീതു NEE